അടിക്ക് പിന്നാലെ ഇരുട്ടടി എന്നാണ് മലയാള മനോരമയുടെ ഇന്നത്തെ ഒന്നാം പേജ് ലീഡ് വാർത്തയുടെ തലക്കെട്ട്. വാലിന് തീ പിടിച്ച പട്ടികളെ പോലെ നെട്ടോട്ടം ഓടുകയാണോ മനോരമ എന്ന് തോന്നിയാൽ തീർച്ചയായും സംശയിക്കേണ്ട. ഇതേതാണ്ട് അമ്മാതിരിയാണ്. ചുവപ്പ് കണ്ട കാളയെപ്പോലെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇനി SFI എന്ന് കേൾക്കുന്ന മനോരമ എന്ന് പറയുന്നതാകും. ഇന്നത്തെ സൃഷ്ടിയുടെ അടിസ്ഥാനം എന്താണ്? ഒരു പയ്യന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ച ഒരു വിദ്വാനെതിരെ കേസ് എടുത്തതാണ് വിഷയം. ഇങ്ങനെ ഒരു പരാതി ഉയർന്നാൽ കേസ് എടുക്കണ്ട എന്നാണോ മനോരമ പറയുന്നത്? എങ്കിൽ പിന്നെ ഇത്തരം തോന്നിയാസങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന മനോരമ ലേഖകരുടെ കരണക്കുറ്റി അടിക്കട്ടെ, അപ്പോൾ കേസ് എടുക്കണ്ടേ? കൊയിലാണ്ടിയിൽ വിദ്യാർത്ഥിയുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചതിന് കേസെടുത്ത സംഭവത്തെയാണ് മനോരമ അടിക്ക് പിന്നാലെ ഇരുട്ടടി എന്ന് വെണ്ടക്കയാക്കിയത്. വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ അടിച്ചുവെന്നും എന്നിട്ടും ആ പാവം പ്രിൻസിപ്പലിനെതിരെ കേസെടുത്തു എന്നാണ് മനോരമയുടെ വിലാപം. അതിന് തെളിവായി CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇതുവരെ പുറത്തു വന്ന ഒരു ദൃശ്യത്തിലും ഈ പ്രിൻസിപ്പലിനെ തല്ലുന്ന ഒരു രംഗവുമില്ല. മറിച്ച് അടിക്കുന്ന പ്രിൻസിപ്പലിനെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണുള്ളത്. അതിനെയാണ് മനോരമ വളച്ചൊടിക്കുന്നത്. SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ ചികിത്സാ വിവരങ്ങളാണ് മനോരമ ഈ ചിത്രത്തിലുള്ളത്. പയ്യന്റെ ചെവിയുടെ കർണപടമാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ ആ പ്രിൻസിപ്പൽ ഏമാൻ അടിച്ചു തകർത്തത്. 6 മാസത്തെ തുടർ ചികിത്സ ഉണ്ടെങ്കിലേ സാധാരണ നിലയ്ക്കുള്ള കേൾവി ശക്തി തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് വിദഗ്ധ ഡോക്ടർമാർ വിലയിരുത്തിയത്. അങ്ങനെ അടിച്ചോന്റെ പേരിൽ ഒരു കേസും വേണ്ടേ മനോരമക്കാരെ? ഇത് തന്നെയാണല്ലോ മറ്റു ചിലരും പറയുന്നത്. CPM നേതാവ് NN കൃഷ്ണദാസ് തന്റെ ഒരു കോളേജ് അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അക്കാലത്തൊരു ദിവസം ASFന്റെ ഒരു ജാഥ കോളേജിൽ എത്തിയത്രേ. അന്ന് കലാലയങ്ങളെ കലാപഭൂമിയാക്കി വാണിരുന്ന KSCക്കാർ ജാഥ തടഞ്ഞു. ഇടതുപക്ഷ ഐക്യത്തിന്റെ പ്രസക്തി ഉയർത്തിപ്പിടിച്ച് SFI പ്രവർത്തകർ ജാഥയ്ക്കും ജാഥാ നേതാവിനും സംരക്ഷണം നൽകി. തുടർന്ന് പ്രസംഗിച്ച ജാഥാ ലീഡറായ നേതാവ് ആക്ഷേപിച്ചത് മുഴുവനും SFIയെ. KSCക്കാരെ സമാധാനപ്രിയരാക്കാൻ ഉപദേശിച്ച് തലോടുകയും ചെയ്തു അത്രേ. അതിൽപ്പെട്ടവരും SFIയെ നന്നാക്കാൻ വിയർപ്പൊഴുക്കുന്ന കൂട്ടത്തിലുണ്ട്. അവർ ASFനെ നന്നാക്കി കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയല്ലേ. ASF നന്നായ സ്ഥിതിക്ക് ഇനി SFIയെ നന്നാക്കാം. മനോരമയ്ക്കൊപ്പം ഇത്തരത്തിലുള്ള എല്ലാ SFI നന്നാക്കികൾക്കും നല്ല നമസ്കാരം.